ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഈ സംഭവം വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, അതിങ്ങനെ നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മൊരിഞ്ഞ് നന്നായിട്ട് കിട്ടണം. ചിക്കൻ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ മൊരിച്ചെടുത്ത സവാളകളില്ലേ, ഈ സവാളകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അതിന് മുമ്പ് നമ്മൾ ഈ സവാള നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്. ഈ ഉടച്ചെടുത്തിട്ട് എന്താ പറയുക, അത്യാവശ്യം സമയമെടുത്ത് നമ്മൾ ഉടച്ച് കൊടുക്കണം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഈ അരപ്പ് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, മല്ലിയില, പുതിനയില, തൈര് ഇവ ചേർത്ത് നന്നായിട്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇതെടുത്ത് വെക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-8 ഏലക്ക എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ സംഭവം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മളിനി റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒരു അരമണിക്കൂർ വയ്ക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് നെയ്യും ഡാൽഡ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടിക്കാത്ത മസാല നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുന്നതായിരിക്കുള്ളൂ. ആ മസാലകൾ എല്ലാം കരയാമ്പൂ, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ ജീരകം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ റൈസ് എന്താ പറയുക, വെള്ളത്തിലിട്ട് വെച്ച റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബിരിയാണി കിറ്റിലെ പൈനാപ്പിൾ എസൻസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു മൂടിക വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ചിക്കനൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് എന്താ പറയുക, ലെയർ ചെയ്യാൻ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ബിരിയാണി റൈസ് ആദ്യം ഈ പാത്രത്തിലോട്ടിട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ കറികൾ കുറച്ചും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം അതിലേക്ക് എന്താ പറയുക, നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു. അതും കൂടാണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ ലെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്തായാലും അതും കൂടി നമ്മുടെ ദം ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അതിനുശേഷം കുറച്ചും കൂടി ഇതെല്ലാം വിതറിയതിന് ശേഷം കുറച്ചും കൂടി നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ, ആ പൈനാപ്പിൾ എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.